Radio Apps 91.0, where every voice matters. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഹായ് ഹലോ നമസ്കാരം. ആപ്സ് റേഡിയോ 91.0യിലേക്ക് ഏവർക്കും സ്വാഗതം. പൂക്കളത്തിന്റെ മണവും ഓണക്കോടിയുടെ പുതുമയും സ്നേഹത്തിന്റെ മാധുര്യവും നിറഞ്ഞ ഓണക്കാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ ജിയ. ഞാൻ RJ അലീന. ഓണം വരുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന പേര് ആരുടേതാണ്? അത് നമ്മുടെ സ്വന്തം മാവേലി. ആരായിരുന്നു ഈ മാവേലി? എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും മലയാളികളുടെ മനസ്സിൽ മാവേലിക്ക് ഇത്ര വലിയ സ്ഥാനമുണ്ടായത്? നമുക്കൊന്ന് പിന്നിലേക്ക് സഞ്ചരിക്കാം. ഐതിഹ്യങ്ങളുടെ ആ പഴയ കാലത്തിലേക്ക്. ഓണത്തിന്റെ ഐതിഹ്യവുമായി എത്തുന്നു ഇവ. നമസ്കാരം. ഓണത്തിന്റെ സന്തോഷം നിറഞ്ഞ ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് തന്നെയാണ് മാവേലി. പക്ഷെ എന്താണ് മാവേലിയുടെ കഥ? എന്തുകൊണ്ടാണ് ഓണക്കാലത്ത് നമ്മൾ മാവേലിയെ ഇത്രയധികം ഓർക്കുന്നത്? കേരളം ഭരിച്ചിരുന്ന മഹാബലി എന്ന രാജാവിനെ കുറിച്ചുള്ള ഐതിഹ്യമാണ് ഇതിന് പിന്നിൽ. മഹാബലി വളരെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് എല്ലാവരും സന്തോഷത്തോടെയും സമത്വത്തോടെയും ജീവിച്ചിരുന്നു എന്നാണ് വിശ്വാസം. മഹാബലിയുടെ പ്രശസ്തി കൂടിയപ്പോൾ അദ്ദേഹത്തെ പരീക്ഷിക്കാനായി മഹാവിഷ്ണു വാമനന്റെ രൂപത്തിലെത്തി. വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു. മഹാബലി അത് നൽകാമെന്ന് സമ്മതിച്ചു. വാമനൻ പിന്നീട് വിശ്വരൂപം പ്രാപിച്ച് 2 ചുവടുകൾ കൊണ്ട് ഭൂമിയും ആകാശവും അളന്നു. 3ാമത്തെ ചുവടിനായി സ്ഥലമില്ലാതായപ്പോൾ തന്റെ വാക്ക് പാലിക്കുന്നതിനായി മഹാബലി സ്വന്തം ശിരസ് സമർപ്പിച്ചു. മഹാബലിയുടെ നന്മയിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ അദ്ദേഹത്തിന് അനുവാദം നൽകിയെന്നാണ് ഐതിഹ്യം. അങ്ങനെ മഹാബലി തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ എത്തുന്ന ദിവസമാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത്. ഈ ഓണക്കാലത്ത് നമ്മുടെ വീടുകളിലും മനസ്സുകളിലും സന്തോഷം നിറയട്ടെ. നന്ദി. ഓണപ്പാട്ടില്ലാതെ എന്ത് ഓണമല്ലേ? നമ്മളോടൊപ്പം ചേരുന്നു സ്കൂൾ ഗായിക സംഘം. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണാട്ടിക്കിളിയെ, നിന്നെ പുൽകാനായി കുളിയൂരും മാരിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണാട്ടിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. പൂവിളിയെ വരവേൽക്കാൻ ചിങ്ങനിലാവിൻ വൃന്ദാവനിൽ തിരുവോണമേ വരുകില്ലേ നീ? തിരുവോണ സദ്യയൊരുക്കാൻ മാറ്റേറും കോടിയെടുത്ത് തുമ്പിപ്പെണ്ണേ അണയില്ലേ നീ? തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലേ, നിൻ തേൻ ചൊരിയാലെ പൂഞ്ചൊരിയോ നീ? ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വന്നാട്ടിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. നന്ദി. മാവേലിയുടെ ഓർമ്മകളിലൂടെ നമ്മൾ സഞ്ചരിച്ച ഈ ഓണയാത്ര ഇവിടെ അവസാനിക്കുന്നു. ഓരോ പൂക്കളത്തിലും മാവേലിയുടെ നാടിന്റെ നന്മയുണ്ടാകട്ടെ. ഓരോ ഓണസദ്യയിലും പങ്കുവെക്കലിന്റെ മാധുര്യം ഉണ്ടാകട്ടെ. ഓരോ മനസ്സിലും സ്നേഹത്തിന്റെ പൂക്കാലം ഉണ്ടാകട്ടെ. സ്നേഹം പങ്കുവയ്ക്കാം, സന്തോഷം പകരാം, ഒരുമിച്ച് ഓണം ആഘോഷിക്കാം. ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.